എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മീൻസ് 3 അടിപൊളി കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അഫ്കോഴ്സ് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ 3 കോൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ? സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ 3 കോൺസെപ്റ്റും പഠിച്ചിരിക്കണം. സോ നമ്മൾ പ്രോബ്ലംസ് ത്രൂ ആണ് നമ്മൾ ഈ കോൺസെപ്റ്റുകളെല്ലാം പഠിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ 6.7 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിനെക്കാട്ടിലും മുമ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത് വേർട്ടിക്കൽ സർക്കുലർ മോഷനെ പറ്റിയിട്ടാണ്. എന്താണ് വേർട്ടിക്കൽ സർക്കുലർ മോഷൻ? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റോൺ എടുത്തിട്ട് ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്യുന്നു, ദെൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർക്കുലർ മോഷനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ജയൻറ്റ് വീൽ ഉണ്ട്, അതുപോലെ തന്നെ റോളർ കോസ്റ്റർ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ മോഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്തിന് വേർട്ടിക്കൽ ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മോഷൻ എല്ലാം സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനും വെർട്ടിക്കൽ സർക്കുലർ മോഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞത് കല്ലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ. ആൻഡ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന് വേർട്ടിക്കൽ ആയിട്ടാണ് എന്ത് വരുന്നത്? മോഷൻ വരുന്നത്. ക്ലിയർ? സോ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയുന്നതാണ് വേർട്ടിക്കൽ സർക്കുലർ മോഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബോബ് ഓഫ് മാസ് എം. നമ്മുടെ കയ്യിലൊരു ബോബ് ഉണ്ട്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ഗിവൺ സസ്പെൻഡഡ് ബൈ എ ലൈറ്റ് സ്ട്രിങ്. ഓക്കെ, ഒരു ലൈറ്റ് സ്ട്രിങ്ങുമായിട്ട് എന്ത് ചെയ്തേക്കാണ്? കണക്ട് ചെയ്തേക്കുവാണ്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് എൽ. ഓക്കെ, സോ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് എൽ. ബോബിൻ്റെ മാസ് ആണ് എം. It is imparted a horizontal velocity v0 at the lowest point. Lowest point എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. NCERT-ൽ നമുക്ക് ഇതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. സോ അവിടെ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ, ബി ആൻഡ് സി. സോ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. Such that it completes a semicircular trajectory in the vertical plane with a string becoming slack only on reaching the topmost point Z. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഒരു ബോബ് എടുത്തു, ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തു, ദെൻ എന്ത് ചെയ്തു? നമ്മൾ ഹൊറിസോണ്ടലായിട്ട് v0 വെലോസിറ്റി നമ്മൾ കൊടുത്തു. ആൻഡ് ഈ ബോബിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ആൻഡ് ഈ ഒരു ലെങ്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. സോ ഈ എം മാസും ലെങ്ത് എല്ലുള്ള സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്? നമ്മളൊരു v0 വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കൊടുത്തപ്പം ആ വെലോസിറ്റി കാരണം എന്ത് സംഭവിച്ചു? ഇതൊരു സർക്കുലർ മോഷൻ, ഒരു സർക്കുലർ മോഷനാണ് ഇത് ഫോളോ ചെയ്തത്. പക്ഷേ ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ സി എത്തിയപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം എന്താ പറയുന്നത്? ഇറ്റ് ഇസ് സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ട്രിങ് അയഞ്ഞു, അതായത് അവിടെ എന്തില്ല? ടെൻഷൻ ഇല്ല. സോ സി എന്ന് പറയുന്ന പോയിന്റിൽ ടെൻഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ സ്റ്റോൺ ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തു. നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 കൊടുത്തു. ദെൻ എന്ത് ചെയ്യണം? ആ വെലോസിറ്റി കാരണം ഇതിങ്ങനെ ഒരു സെമി സർക്കുലർ, ഓക്കെ, കാരണം എന്താണ്? ഇവിടെ എത്തിയപ്പോഴത്തേനും അയഞ്ഞു തുടങ്ങി. ഇനി ആ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. സോ സിയിലെ ടെൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യം ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആണ്. ദെൻ ഫിഗർ 6.6 നമുക്ക് NCERT-ൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണ്. ദെൻ ഒബ്റ്റെയിൻ എൻ എക്സ്പ്രഷൻ ഫോർ v0 എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി ദ സ്പീഡ് അറ്റ് പോയിന്റ്സ് ബി സി, ബിയിലും സിയിലും ഉള്ള വെലോസിറ്റീസ് കാണണം, അല്ലെങ്കിൽ സ്പീഡ് കാണണം. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി kb/kg. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും സി എന്ന് പറയുന്ന പോയിന്റിലുള്ള കൈനറ്റിക് എനർജി അറിയണം. സോ ഡെഫിനറ്റ്ലി വി ബിയും അതുപോലെ തന്നെ വി സിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഈസിയാണ്. ദെൻ റേഷ്യോ കാണുന്നു. ദെൻ കമന്റ് ഓൺ ദി നേച്ചർ ഓഫ് ദി ട്രാജക്ടറി ഓഫ് ദി ബോബ് ആഫ്റ്റർ ഇറ്റ് റീച്ചസ് ദി പോയിന്റ് സി. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തിനെയാണ് പറയുന്നത് ട്രാജക്ടറി എന്ന്. ക്ലിയർ? സോ ഒബ്വിയസ്ലി സർക്കുലർ മോഷൻ ആണ് അല്ലേ? സർക്കുലർ മോഷൻ ആണെങ്കിൽ ആദ്യം ഓർമ്മ വരേണ്ട ഒരു സംഭവം എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ എത്രയാണ്? എം
വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ റേഡിയസ് ആയിട്ട് വരുന്നത് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ്. ഓക്കെ, റേഡിയസ് ആയിട്ട് വരുന്നത് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് യെസ് അതിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇൻവേർട്ട് ഫോഴ്സസ്. ഓക്കെ, ഇവിടെയുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും ദി നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ്. ഓക്കെ, നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ്. സോ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലെങ്ത് എൽ ആണ്. സോ നമ്മുടെ ബോബ് എന്ത് ചെയ്യാണ്, യെസ് V0 വെലോസിറ്റിയിൽ കുറച്ചിങ്ങ് മൂവ് ചെയ്തു. സോ തീറ്റ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് അതിനുണ്ടായി. ക്ലിയർ? സോ ഡെഫിനറ്റ്ലി ഈ ബോബിന് എന്തുണ്ടായിരിക്കും, യെസ് ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ബോബിന് എന്തുണ്ടായിരിക്കും, താഴോട്ട് അതിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. ദാറ്റ് ഇസ് mg. ഓക്കെ, മാസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, m ആണ് ബോബിൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി താഴോട്ട് ആരുണ്ടായിരിക്കും, mg ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, mgനെ നമ്മൾ കമ്പോണൻസ് ആക്കുന്നു. കമ്പോണൻസ് ആക്കുമ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് mg കോസ് തീറ്റ ആയിരിക്കും, തീറ്റയുടെ സൈഡ് mg കോസ് തീറ്റ ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് mg സൈൻ തീറ്റ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ടെൻഷൻ. ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടായിരിക്കും. ടെൻഷൻ എങ്ങനെയായിരിക്കും, യെസ് എവിടെയാണോ നമ്മുടെ അറ്റാച്ച്മെന്റ് വരുന്നത് അവിടെ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുക. സോ ഒബ്വിയസ്ലി ടെൻഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ടെൻഷൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദിസ് ബോബ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത്രയും ഫോഴ്സസ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ദി നെറ്റ് ഇൻവേർട്ട് ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്നത് രണ്ട് ഫോഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം mv സ്ക്വയർ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ടി ടെൻഷൻ മൈനസ് mg കോസ് തീറ്റ. ക്ലിയർ? സോ എന്ത് കിട്ടി എനിക്ക്, ടി മൈനസ് mg കോസ് തീറ്റ ആണ് എൻ്റെ ആരെന്ന് പറയുന്നത്, എൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ടി മൈനസ് mg കോസ് തീറ്റ. ക്ലിയർ? സോ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും വി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തും മാറും, ടെൻഷൻ മാറും. ഓക്കെ, ടെൻഷൻ മാറും, തീറ്റ മാറും, ഡെഫിനറ്റ്ലി ആരും മാറും, വെലോസിറ്റിയും മാറും. ഓക്കെ, സോ ഈ മൂന്ന് വാരിയബിളാണ് ഇവിടെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ടെൻഷന് നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ടെൻഷൻ ടി വിൽ ബി ഈക്വൽ ടു mv സ്ക്വയർ ബൈ എൽ പ്ലസ് mg കോസ് തീറ്റ. ക്ലിയർ? ഒന്നുമില്ല, ജസ്റ്റ് ടെൻഷനെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു, ബാക്കി ടേംസിനൊക്കെ നമ്മൾ വേറെ വേറെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ടെൻഷന് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ടെൻഷൻ അറ്റ് എ ടി എ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഒരു പോയിന്റിൽ ടെൻഷൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ എം ഇവിടുത്തെ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് വി എ അല്ലെങ്കിൽ V0. ലെറ്റ്സ് സേ വി എ. ഓക്കെ, വി എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. റേഡിയസിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. റേഡിയസ് എന്ന് പറയുന്നത് ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എൽ ആണ്. സോ എൽ നമ്മൾ മെൻഷൻ ചെയ്തു. പ്ലസ് mg കോസ് ആംഗിൾ എത്രയായിരിക്കും വരുന്നത്, യെസ് ഇതേ ലൈനിലാണ്. സോ അതുകൊണ്ട് തന്നെ ആംഗിൾ എന്തായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം mva സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് കോസ് 0 എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 1 ആണ്. സോ വി വിൽ ഗെറ്റ് mg. ക്ലിയർ? സോ നമുക്ക് കിട്ടി ടി എ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു mva സ്ക്വയർ ബൈ എൽ പ്ലസ് mg. നെക്സ്റ്റ് ഇസ് ടി ബി. Okay, TB will be equal to mvb square divided by L. Confusions ഒന്നുമില്ലല്ലോ, കാരണം ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ബി ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലേസസിൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെയും ആംഗിളും ചേഞ്ച് ചെയ്യും, ടെൻഷനും ചേഞ്ച് ചെയ്യും, വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ വെലോസിറ്റീനെ നമ്മൾ വിളിക്കുവാണ് വി ബി. ഓക്കെ അല്ലേ? സോ പ്ലസ് mg ഇവിടെ നമുക്ക് നോക്കുമ്പം ആംഗിൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, സോ ഇത് എന്തായിരിക്കും വരുന്നത്, 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, കോസ് 90 ഡിഗ്രി. സോ ഈ എൻറ്റയർ ടേം എന്തായിട്ട് പോവും, 0 ആയിട്ട് പോവും. സോ നമുക്ക് ടെൻഷൻ അറ്റ് ബി എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് mvb സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും.
Clear? So TB നമുക്ക് കിട്ടി, that is equal to mVb square divided by L. ഇനി next is TC. TC will be equal to mVc square divided by L plus mg. അവിടെ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? That is 180 degree. ഓക്കെ, ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ കോസ് 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ ഒബ്വിയസ്ലി ദിസ് വിൽ ബി mVc സ്ക്വയർ ഡിവൈഡഡ് ബൈ L മൈനസ് mg എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പം ടെൻഷൻ അറ്റ് സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്? ദാറ്റ് ഇസ് 1 second. യെസ് TC നമുക്ക് കിട്ടി mVc സ്ക്വയർ ഡിവൈഡഡ് ബൈ L മൈനസ് mg എന്ന് കിട്ടി. നമുക്കറിയാം TCയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ടെൻഷൻ നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? സ്ലാക്ക് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ TC അവിടെ 0 ആണ്. സോ നമുക്ക് എഴുതാം mVc സ്ക്വയർ ഡിവൈഡഡ് ബൈ L മൈനസ് mg വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mVc സ്ക്വയർ ബൈ L വിച്ച് ഇസ് ഈക്വൽ ടു mg. എഴുതാലോ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ? mVc സ്ക്വയർ ബൈ L മൈനസ് mg. സോ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ mVc സ്ക്വയർ ഡിവൈഡഡ് ബൈ L വിച്ച് ഇസ് ഈക്വൽ ടു mg എന്ന് എഴുതാം. സോ ദെൻ mVc സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു mgl. ഓക്കെ, mVc സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു mgl. ഇങ്ങനെയാണെങ്കിൽ വി സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? വി സി ഇവിടെ എമ്മും എമ്മും ക്യാൻസൽ ആയിപ്പോവും. ഈ ഇക്വേഷൻ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. സോ ഈ ഇക്വേഷൻ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ ഇരിക്കട്ടെ. സോ ഈ ഇക്വേഷനിൽ നിന്നും വി സി നമുക്ക് കണ്ടുപിടിക്കാം. വി സി വിൽ ബി ഈക്വൽ ടു ജി എൽ. കാരണം എന്താ? എമ്മും എമ്മും ക്യാൻസൽ ആയിപ്പോയി. വി സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ജി എൽ എന്ന് കിട്ടും. സോ വി സി വിൽ ബി ഈക്വൽ ടു റൂട്ട് ജി എൽ. വി സിയുടെ വാല്യൂ നമുക്ക് കിട്ടി, റൂട്ട് ജി എൽ. ആൻഡ് ഈ ഇക്വേഷൻ നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളതാണ്. സോ അതവിടെ ഇരിക്കട്ടെ. ക്ലിയർ? ഇനി നെക്സ്റ്റ്, യെസ്, നമ്മുടെ നേരത്തെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് mVc സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു mgl എന്ന് പറയുന്ന വാല്യൂ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഏത് പോയിന്റിലെടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് എ. ഓക്കെ, ഈ പോയിന്റിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജി അറ്റ് എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ. ഓക്കെ, സോ നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി അറ്റ് എ. കൈനറ്റിക് എനർജി അറ്റ് എ എന്തായിരിക്കും? അവിടെയുള്ള വെലോസിറ്റി VA ആണ്. സോ obviously this will be half mVa സ്ക്വയർ. ഓക്കെ, സോ കൈനറ്റിക് എനർജി കിട്ടി, half mVa സ്ക്വയർ. നെക്സ്റ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താണ്? യെസ്, അതിൻ്റെ വാല്യൂ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഇവിടെ വരുമ്പം 0 ആയിരിക്കും. കാരണം അവിടെ ഹൈറ്റ് ഇല്ല. ഓക്കെ അല്ലേ? പൊസിഷനിൽ ചേഞ്ച് വന്നില്ല. സോ obviously അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് കിട്ടി ടോട്ടൽ എനർജി ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mVa സ്ക്വയർ അറ്റ് എ. ഇനി നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ എനർജി അറ്റ് ബി. ടോട്ടൽ എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അറ്റ് ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ഓക്കെ, സോ കൈനറ്റിക് എനർജി അറ്റ് ബി എന്ന് പറയുമ്പം യെസ് ദാറ്റ് ഇസ് ഹാഫ് mVb സ്ക്വയർ പ്ലസ്, ആൻഡ് ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് എന്ന് പറയുമ്പം ഇവിടെയുള്ള ഹൈറ്റ് എത്രയാണ് വരുന്നത്? ദാറ്റ് വിൽ ബി L ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു mgl. ഓക്കെ അല്ലേ? സോ ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹാഫ് mVb സ്ക്വയർ പ്ലസ് mgl എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ടോട്ടൽ എനർജി അറ്റ് ബി. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ടോട്ടൽ എനർജി അറ്റ് സി ആണ്. ടോട്ടൽ എനർജി അറ്റ് സി. ടോട്ടൽ എനർജി അറ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് സി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mVc സ്ക്വയർ പ്ലസ് ഹാഫ് mVc സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mg. ഇവിടെയാണ് നിൽക്കുന്ന പോയിന്റ് അല്ലേ? അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2L ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി 2mgl. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ എനർജി അറ്റ് എ കിട്ടി, ബി കിട്ടി ആൻഡ് സി കിട്ടി. ഓക്കെ അല്ലേ? ഇനി
എം വി സി സ്ക്വയർ. എം വി സി സ്ക്വയർ നമ്മൾ തൊട്ട് മുമ്പേ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചുള്ളായിരുന്നു, ദാറ്റ് ഈസ് എം ജി എൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് എം ജി എൽ പ്ലസ് 2mgl. ഓക്കെ, ഹാഫ് എം ജി എൽ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ഈ എം വി സ്ക്വയറിന് പകരം ഇവിടെയുള്ള എം ജി എൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ വി ഗോട്ട് ഹാഫ് എം ജി എൽ പ്ലസ് 2mgl which is equal to 5/2 mgl. Okay, so total energy at C എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, that is 5/2 mgl. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം വി സിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. വി സി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എൽ ആണ്. ക്ലിയർ? വി സി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇനി ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് സി വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് എ ആയിരിക്കില്ലേ? ഓക്കെ, സോ ടോട്ടൽ എനർജി എല്ലാ പോയിന്റിലും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹാഫ് എം വി എ സ്ക്വയർ എന്ന് പറയുന്നത് യെസ് ഒബ്വിയസ്ലി 5/2 mgl ഈക്വൽ ആയിരിക്കും. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഹാഫ് എം വി എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 5/2 mgl. അങ്ങനെയാണെങ്കിൽ വി എ സ്ക്വയർ, സോ നമുക്ക് എം ക്യാൻസൽ ചെയ്യാം, 2 പോവും. സോ വി എ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 5gl എന്ന് വരും. സോ ദാറ്റ് മീൻസ് വി എ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5gl. സോ ഇവിടെയുള്ള വെലോസിറ്റി നമ്മൾ പറഞ്ഞു V0 ഹൊറിസോണ്ടൽ വെലോസിറ്റി. സോ ആ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 5gl ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോട്ടൽ എനർജി അറ്റ് സി വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് എ, ടോട്ടൽ എനർജി അറ്റ് ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് ബി ഞാൻ കൊടുത്തു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5/2 mgl which is equal to this value, that is half m vb square plus mgl. Okay, so ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? vb. Okay, vb which is equal to root 3gl എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? യെസ്, വി സി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ജി എൽ. ആൻഡ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, എം വി സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എം ജി എൽ. ഞാൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ വെക്കണം, കാരണം എന്താണ്? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിച്ചല്ലോ. നമുക്കറിയാം ടോട്ടൽ എനർജി അറ്റ് ഏത് പോയിന്റിൽ ടോട്ടൽ എനർജി നോക്കിയിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ ഓരോ പോയിന്റിലും ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ടോട്ടൽ എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എയിൽ കിട്ടിയത് ഇത്രയാണ്, ബിയിൽ നമുക്ക് കിട്ടിയത് ഇത്രയാണ്, ആൻഡ് സിയിൽ കിട്ടിയത് ഇത്രയാണ്. ഓക്കെ, സിയിൽ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വെച്ചു. എന്താണ്? ഈ എം വി സി സ്ക്വയറിന് പകരം നമ്മൾ എം ജി എൽ എന്ന് കൊടുത്തു. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്കറിയാം ടോട്ടൽ എനർജി അറ്റ് എ വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് സി. സോ ഫസ്റ്റ് ഞാൻ എടുത്തു ടോട്ടൽ എനർജി അറ്റ് സി വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് എ. അതിൽ നിന്ന് ഞാൻ വി എ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് എൻ്റെ സ്റ്റെപ്പ് എന്തായിരുന്നു? വി ബി കണ്ടുപിടിച്ചു. അതെങ്ങനെ? ടോട്ടൽ എനർജി അറ്റ് സി. കാരണം എന്താണ്? ഈ സി നമുക്ക് വെലോസിറ്റിയുടെ ടേംസിലല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അൺനോൺ ആയിട്ടുള്ളൊരു വെലോസിറ്റി നമുക്ക് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? യെസ്, വി സിയുടെ ടേംസിൽ മാറ്റിയിട്ട് നമ്മൾ എം ജി എല്ലിൻ്റെ ടേംസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ക്ലിയർ? സോ ഓരോ പോയിന്റിലുള്ള വെലോസിറ്റി നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് വി സി ഈസ് ഈക്വൽ ടു റൂട്ട് ജി എൽ, ദെൻ വി ബി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3gl ആൻഡ് വി എ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5gl. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, V0 വിച്ച് ഇസ് ഈക്വൽ ടു വി എ, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5gl. ക്ലിയർ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പീഡ്സ് അറ്റ് പോയിന്റ് ബി ആൻഡ് സി, അതും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജീസ് അറ്റ് ബി ആൻഡ് സി. സോ നമുക്കറിയാം കൈനറ്റിക് എനർജി അറ്റ് ബി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി അറ്റ് സി. കൈനറ്റിക് എനർജി അറ്റ് ബി എന്ന് നമുക്കറിയാം എന്താണ്? ഹാഫ് എം വി ബി സ്ക്വയർ ആണ്. സി എന്ന് പറയുന്നത് സി പോയിന്റിലെയോ ഹാഫ് എം വി സി സ്ക്വയർ ആണ്. ഹാഫ് എം പോയി. സോ വി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സി സ്ക്വയർ. വി ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം, വി സി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് കിട്ടും റേഷ്യോ വിൽ ബി 3:1 ആയിരിക്കും. Clear? Next, comment on the nature of the trajectory of the bob after it reaches the point C. The object will complete the circular path and its trajectory will be circular as string has lagged at the highest point. Okay, and definitely നമ്മൾ ഈ V0 എന്ന് പറയുന്ന വാല്യൂ, അതായത് അറ്റ് എയിലുള്ള വെലോസിറ്റി
നമ്മൾ പറഞ്ഞു അത് എത്രയാണ് 5GL ആണ്. ഓക്കെ, VA എന്ന് പറയുന്നത് 5GL, റൂട്ട് ഓഫ് 5GL ആണ്. സോ അതിനേക്കാട്ടിലും കുറഞ്ഞ വെലോസിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ഒബ്വിയസ്ലി ആ വെലോസിറ്റി എന്തായിരിക്കണം, റൂട്ട് ഓഫ് 5GLനേക്കാട്ടിലും കൂടുതലാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് സർക്കുലർ പാത്ത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ പ്രോബ്ലം ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റിക്വസ്റ്റ് ആണ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ? യെസ്, ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, കാരണം നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ. കാരണം കണ്ടു കഴിഞ്ഞാൽ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. നമ്മൾ വളരെ ഈസി ആയിട്ട് എല്ലാം സോൾവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ റിയാക്ടറിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യം ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സോ ഇലാസ്റ്റിക് കൊളീഷനിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻ വരുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്ക് യുറാനിയം, പ്ലൂട്ടോണിയം, അങ്ങനെ ഏതെങ്കിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, ന്യൂട്രോൺസ് വന്നിട്ട് ഹിറ്റ് ചെയ്യാണ്. അപ്പം അവിടെ എന്തുണ്ടായിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് എനർജി അവിടെ ലൂസ് ചെയ്യും. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവും, ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. സോ ആ എനർജി നമ്മൾ ഒരുപാട് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊന്നുമല്ല നമ്മുടെ ഒരു വിഷയം. സോ ഈ എനർജി, ഇവിടെ റിലീസ് ആവുന്ന എനർജി കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഹൈ എമൗണ്ട് ഓഫ് എനർജി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ വലിയൊരു പ്രശ്നം വരും. സോ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഇവിടെ വരുന്ന ന്യൂട്രോൺസിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, ഇവിടെ വരുന്ന ന്യൂട്രോൺസിൻ്റെ സ്പീഡ് കുറയ്ക്കണം. അങ്ങനെ സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, നമുക്ക് ഒരു എനർജി ലോസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? യെസ്, നമ്മൾ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസിനെ വന്നിട്ട് ഇങ്ങനെ വരാൻ പോകുന്ന ആ ഒരു പാത്തിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആരെ കൊണ്ടുവയ്ക്കും? യെസ്, ഹൈഡ്രജൻ്റെയോ കാർബണിൻ്റെയോ ഐസോടോപ്സ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ പാത്തിൽ കൊണ്ട് വെക്കും. ഓക്കെ, സോ ന്യൂട്രോൺ എന്ത് ചെയ്യും, ആദ്യം വന്നിട്ട് ഈ ഐസോടോപ്പിനായിരിക്കും ഹിറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഐസോടോപ്പിനെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എൻ ഇലാസ്റ്റിക് കൊളീഷൻ. അവിടെ എന്തുണ്ടായിരിക്കും? യെസ്, അവിടെ ഒരു എനർജി ലോസ് ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, ഇതിൻ്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോൺ ഒരു U1 എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് വരുന്നത്. ആൻഡ് നമ്മുടെ ന്യൂക്ലിയസ്, ഇത് നമ്മൾ എടുക്കുന്നത് ന്യൂക്ലിയസ് അല്ല, നമ്മുടെ ഐസോടോപ്പ്. ഓക്കെ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. സോ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം ആണ്, അത് റസ്റ്റിലാണ്. ദാറ്റ് മീൻസ് U2 = 0 ആണ്. ആൻഡ് ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രോണിൻ്റെ മാസിൻ്റെ ഡബിൾ ആണ്. സോ M2 എന്ന് പറയുന്നത് 2M1 ആയിരിക്കും. സോ ഇലാസ്റ്റിക് കൊളീഷൻ നടന്നു. ദെൻ എന്ത് ചെയ്യും, അത് രണ്ടും ഡിഫറെൻറ്റ് വെലോസിറ്റീസിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് പോവും. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, 2 ഡയറക്ഷനിലോട്ട് പോവും. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവമാണ് ഫ്രാക്ഷൻ ഓഫ് ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഫ്രാക്ഷൻ ഓഫ് ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ എന്തുണ്ടാവും, ഒരു എമൗണ്ട് ഓഫ്, ഇവിടെ ഹിറ്റിംഗ് നടക്കുമ്പം ഒരു എമൗണ്ട് ഓഫ്, പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അവിടെ ലൂസ് ചെയ്യും. സോ ആ എനർജി, ആ ചേഞ്ച് ഇൻ എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അതാണ് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് എന്തിൻ്റെങ്കിലും ഇതുപോലെ ഫ്രാക്ഷൻ ഓഫ് ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ആണെങ്കിലോ ഇവിടെ ജസ്റ്റ് ഒന്ന് 100 ഇട്ട് കൊടുക്കുക, നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ന്യൂട്രോൺസിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഇൻ ബിറ്റ്വീൻ ആരെ വെച്ചു, ഒരു ഐസോടോപ്പിനെ വെച്ചു. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡ്യൂട്ടീരിയം ആണ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. സോ അത് റസ്റ്റിലാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെ ഡബിൾ ആണ്, ദാറ്റ് ഇസ് 2M1 ആണ്. സോ യെസ്, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻ ഓഫ് ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഫ്രാക്ഷൻ ഓഫ് ലോസ് ഇൻ കൈനറ്റിക് എനർജി ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? യെസ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. ഓക്കെ, ദാറ്റ് ഇസ് ½ M1 U1 അല്ലേ? ½ M1 U1 സ്ക്വയർ, അതാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? യെസ്, പിന്നീട് അത് പോകുന്ന വെലോസിറ്റി V1 ആണ്. സോ ദാറ്റ് വിൽ ബി ½ M1 V1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി.
ക്ലിയർ അല്ലേ? ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 v1 സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമ്മളറിയാം ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമുക്ക് ഓൾറെഡി അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ ലോസ് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് ഹാഫ് m1 u1 സ്ക്വയർ. ഓക്കെ, ഹാഫ് m1 u1 സ്ക്വയർ. സോ ഒബ്വിയസ്ലി ഇവിടെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഹാഫ് m1 ഹാഫ് m1 ഹാഫ് m1 നമുക്ക് ഒഴിവാക്കാമല്ലോ. ഓക്കെ, സോ ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? u1 സ്ക്വയർ. ഓക്കെ, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് v1 ബൈ u1 ഓൾ സ്ക്വയർ എന്നും നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. സോ അവിടെ നമുക്ക് നോക്കുമ്പോൾ ഹാഫ് m1 എല്ലാത്തിലും ഉണ്ട്. പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പൊക്കോളും. ദെൻ പിന്നുള്ളത് റിമൈനിങ് എന്തൊക്കെയാണ് ഉള്ളത്? ഈ ടേം പോയി, ഈ ടേമും പോയി, ഈ ടേമും പോയി. ദെൻ ഉള്ളത് u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ ആണ്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? u1 സ്ക്വയർ ബൈ u1 സ്ക്വയർ മൈനസ് v1 ബൈ v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ. സോ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഇസ് 1 മൈനസ് v1 ബൈ u1 ഓൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. യെസ്. ഇനി v1ൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ? സോ ഈ v1 എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. സോ ഇവിടെ u2 0 ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടേം വേണോ നമുക്ക്? ഈ ഒരു ടേം 0 ആയിട്ട് പോവില്ലേ? ഒബ്വിയസ്ലി പോവും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് അപ്പോൾ കിട്ടി v1 വിച്ച് ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. ഞാൻ ഈ u1നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും? v1 ബൈ u1 വിച്ച് ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഇരിക്കുന്ന u1നെ ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പം v1 ബൈ u1 ആയി. അപ്പം എനിക്ക് കിട്ടി v1 ബൈ u1. v1 ബൈ u1ൻ്റെ ഓൾ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് 1 മൈനസ് v1 ബൈ u1 വിച്ച് ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഓൾ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷണൽ ലോസ് എന്ന് പറയുന്നത് which is equal to fraction of loss in kinetic energy which is equal to 1 minus m1 minus m2 divided by m1 plus m2 all square എന്ന് എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫ്രാക്ഷണൽ ലോസിൻ്റെ ഇക്വേഷൻ അറിയാം. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഒന്നുകിൽ നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് നമ്മൾ ഡ്യൂട്ടീരിയം എടുക്കുകയാണെങ്കിൽ ഇവിടെ m2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 2m1 ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ കേസിലുള്ള ചേഞ്ച് 1 മൈനസ് m1 മൈനസ് 2m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് 2m1 ഓൾ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? 1 മൈനസ് m1 മൈനസ് 2m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ m1 മൊത്തത്തിൽ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡൊന്നും ക്യാൻസൽ ആയി പൊക്കോളും. അങ്ങനെയാണെങ്കിൽ ഉള്ളത് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഓൾ സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 0.9 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഫ്രാക്ഷണൽ ലോസ് എന്ന് പറയുന്നത് ഇൻ കൈനറ്റിക് എനർജി വിച്ച് വിൽ ബി ഈക്വൽ ടു 0.9. അതിൻ്റെ പെർസെൻറ്റേജ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90%. അപ്പം 90% ലോസ് ഇവിടെ ഉണ്ടാവും. ഇനി സപ്പോസ് കാർബൺ ഐസോട്ടോപ്പ് C12 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12m1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? m2ൻ്റെ അവിടെ 12m1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് 1 മൈനസ് m1 മൈനസ് 12m1 divided by m1 plus 12, sorry, yes, 12m1. m1 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 12 ഡിവൈഡഡ് ബൈ, സോറി ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ 1 പ്ലസ് 12 എന്ന് വരും. സ്ക്വയർ ചെയ്യുക. സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫൈനൽ ആൻസർ വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 28 അല്ലെങ്കിൽ 0.284 എന്ന് വരും. പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ 28.4% ആണ് ഇവിടെ ഫ്രാക്ഷണൽ ലോസ് വരുന്നതെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് നോൺ ആസ് ഫ്രാക്ഷണൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തല്ലോ. ആകെ എന്താ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്? ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് ഫ്രാക്ഷണൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഇൻറ്റു 100 ചെയ്യുക. ആൻഡ് ഏതിൻ്റെ ഫ്രാക്ഷണൽ ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ പറഞ്ഞു യെസ് അതിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ NCERTയിലെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് ഈ ഒരു കൺസെപ്റ്റ് ഒരൊറ്റ ലൈനിലായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കൺസെപ്റ്റ്? ആദ്യം കൺസെപ്റ്റ് നോക്കാം. ഗ്ലാൻസിങ് ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ഗ്ലാൻസിങ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഫോർ എ ഗ്ലാൻസിങ് ഇലാസ്റ്റിക് കൊളീഷൻ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, 2-3 കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിക്കൽ മാസ് ആയിരിക്കണം. അതായത് m1 which is equal to m2 ആയിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് വൺ ഇസ് ഏതെങ്കിലും ഒരു വെലോസിറ്റി ഒന്നുകിൽ u1 which is equal to 0 ആയിരിക്കണം, ഓർ u2 should be 0. ഓക്കെ, ഏതെങ്കിലും ഒരു വെലോസിറ്റി 0 ആയിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ θ1 plus θ2 which will be equal to 90 degree. ഓക്കെ, അതെന്താണ് θ1 plus θ2 which will be equal to 90 degree? അതായത് നമ്മുടെ m1 എന്ന് പറയുന്ന മാസ് ഉണ്ട്, m2 എന്ന് പറയുന്ന മാസ് ഉണ്ട്, രണ്ടും സെയിം ആണ്. ദാറ്റ് മീൻസ് m ആണ് രണ്ടിൻ്റെ മാസ് വരുന്നത്. ഓക്കെ, നമുക്ക് യെസ് ഏകദേശം ഒരേ എന്താ പറയുക മാസാണ് വരുന്നത്. m1 which is equal to m2 which is equal to m. ഓക്കെ, സോ ഇത് തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു കൊളീഷൻ നടക്കുവാണ്. ഓക്കെ, അത് 2 ഡയമെൻഷനിലാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഗ്ലാൻസിങ് കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു? ഇത് രണ്ടും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? രണ്ടും 2 ഡയറക്ഷനിലോട്ട് പോവും. ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് v1, ഇവിടെ വെലോസിറ്റി ഉണ്ടായിരിക്കും v2. ക്ലിയർ? സോ ഇവിടെ ഇവർ പോകുന്ന ഈ ആംഗിൾ ദാറ്റ് ഇസ് θ1 ആൻഡ് θ2 ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഒരു ഗ്ലാൻസിങ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും സെയിം മാസ് ആയിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം റെസ്റ്റിലായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് θ1 ആൻഡ് θ2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. നമുക്ക് കിട്ടുമോയെന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കൈനറ്റിക് എനർജി, ഇലാസ്റ്റിക് കൊളീഷനിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, കൺസേർവ്ഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഇത് നമ്മൾ റെസ്റ്റിലാണെന്ന് എടുക്കുവാണ്. u2 which is equal to 0 ആണ്. ഇതിനൊരു വെലോസിറ്റി ഉണ്ട് u1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് half m1 u1 square which is equal to half m1 u1 square which is equal to half m1 v1 square plus half m2 v2 square. Clear? That means initial kinetic energy which is equal to final kinetic energy. Okay അല്ലേ? ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പം യെസ് ഈ മാസ് m1 ആൻഡ് m2 എന്ന് പറയുന്നത് m1 തന്നെയാണ് അല്ലെങ്കിൽ m തന്നെയാണ്. സോ ഈ ടേം ഇത് ക്യാൻസൽ ആയി പോകുമല്ലോ ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും u1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. ക്ലിയർ? ഇനി കൊളീഷനിലെ മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ m1 u1 ഓക്കെ m1 u1 which is equal to m2 v1 plus m1 v1 and again m1 v2. ഓക്കെ, രണ്ടിൻ്റെ മാസ് സെയിം ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? u1 വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു v1 വെക്റ്റർ പ്ലസ് v2 വെക്റ്റർ. ജസ്റ്റ് ഞാൻ അതൊന്ന് ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് u1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ. അത് നമ്മൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ u1 വിച്ച് ഇസ് ഈക്വൽ ടു v1 പ്ലസ് v2. മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് എടുത്തിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഇവിടെ ഒരു വെക്ടറാണ് കിടക്കുന്നത് അല്ലേ. സോ ഞാൻ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? u1 വെക്ടർ ഡോട്ട് u1 വെക്ടർ കാണുവാണ്. ഓക്കെ, u1 വെക്ടർ ഡോട്ട് u1 വെക്ടർ. സോ എന്താണ് u1 വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v1 വെക്ടർ പ്ലസ് v2 വെക്ടർ. ഓക്കെ, v1 വെക്ടർ പ്ലസ് v2 വെക്ടർ ഡോട്ട് again v1 vector plus v2 vector.
ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നല്ലോ സ്കെയിലാർ പ്രൊഡക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് എ വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ വിച്ച് വിൽ ബി ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വാല്യൂ, അല്ലെങ്കിൽ എ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? u1 സ്ക്വയർ ആയിരിക്കും വരുന്നത്. ക്ലിയർ? യെസ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് നോക്കാം. v1 വെക്റ്റർ ഡോട്ട് v1 വെക്റ്റർ പ്ലസ് v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ പ്ലസ്, ഓക്കെ, then ഇനി v2 വെക്റ്റർ ഡോട്ട് v1 വെക്റ്റർ പ്ലസ് v2 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് u1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു v1 ഡോട്ട് v1 വെക്റ്റർ ഡോട്ട് v1 വെക്റ്റർ, സെയിം റിസൾട്ട് ആയിരിക്കും വരുന്നത്. സോ v1 സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ v2 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു v2 സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നുള്ളത് ആരൊക്കെയാണ്? ഈ രണ്ട് ടേംസ് ആണ്. ഓക്കെ, ഈ രണ്ട് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഡോട്ട് b വിച്ച് ഇസ് ഈക്വൽ ടു b ഡോട്ട് a ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 2v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ. ഓക്കെ, സോ നമുക്ക് കിട്ടി v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് 2v1 v2. ആൻഡ് ഈ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. യെസ്, ദാറ്റ് ഈസ് u1 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ u1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു u1 സ്ക്വയർ പ്ലസ് 2v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയ v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു u1 സ്ക്വയർ. ഇനി u1 സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? u1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ ആയിരിക്കും. സോ 0 വിൽ ബി ഈക്വൽ ടു, പിന്നെ u1 സ്ക്വയർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരോ ഉള്ളത്? ദാറ്റ് ഈസ് 2v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ. ക്ലിയർ? കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ദെൻ 2വിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അതും 0 ആയി പോവും. അങ്ങനെയാണെങ്കിൽ v1 വെക്റ്റർ v2 വെക്റ്റർ വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇനി a വെക്റ്റർ ഡോട്ട് b വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b ഇൻറ്റു കോസ് തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ റിസൾട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് v1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് v2 ഇൻറ്റു കോസ് തീറ്റ. ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ v1ഉം v2ഉം 0 ആവോ? ഇല്ല. മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റി, ഫസ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇത് എന്താ പറയുന്നത്, ഇലാസ്റ്റിക് കൊളീഷന് ശേഷം ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 0 ആവില്ല. രണ്ട് വെലോസിറ്റീസും 0 ആവില്ല. സോ ഇവിടെ 0 ആവാൻ ചാൻസ് ഉള്ളത് ആരാണ്? ദാറ്റ് ഈസ് ദി ആംഗിൾ. ഓക്കെ, കോസ് തീറ്റ ഷുഡ് ബി 0. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ? സോ നമുക്ക് കിട്ടി ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആംഗിൾ 90 ഡിഗ്രി കിട്ടി. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു ഗ്ലാൻസിങ് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെ പ്രൂവ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് ഇലാസ്റ്റിക് കൊളീഷനിൽ. ദെൻ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഏത് കൊളീഷനിലാണെങ്കിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. സോ ആ രണ്ട് റിസൾട്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? u1 ഡോട്ട് u1 എന്ന് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു? യെസ്, മൾട്ടിപ്ലൈ ചെയ്തു. ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയുള്ള v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയറിന് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ചെയ്തത്? ഫൈനലി നമുക്ക് ഇവിടെ വന്നത് 2v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ ആണ്. 2വിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 0 ആവും. v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ വിൽ ബി 0. സോ v1 വെക്റ്റർ ഡോട്ട് v2 വെക്റ്റർ എന്ന് പറഞ്ഞ റിസൾട്ട് ഇങ്ങനെയാണ്. സോ ഇവിടെ v1ഉം v2ഉം 0 ആവില്ല. കോസ് തീറ്റ മാത്രമാണ് 0 ആവാൻ പോസിബിലിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത്, അതായത് v1 വെലോസിറ്റിയുടെയും v2 വെലോസിറ്റിയുടെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഈ പ്രൂഫ് ബൈ ഹാർട്ട് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ആകെ ഓർക്കേണ്ട കാര്യം എന്താണ്? കൈനറ്റിക് എനർജി മൊമെൻറ്റം നമുക്കറിയാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു റിസൾട്ടാണ് u1 വെക്റ്റർ ഡോട്ട് u1 വെക്റ്റർ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? യെസ്, രണ്ട് മാസ്സുള്ള ഈക്വൽ മാസസ് ഉള്ള രണ്ട് ബോൾസ്. ഓക്കെ, ദെൻ while the second ball is called the target, the billiard player wants to sink the target ball in the corner pocket which is at an angle theta 2. ഓക്കെ, സോ നമുക്ക് കിട്ടിയിട്ടുണ്ട്
θ2 നമുക്കറിയാം that is 37 degree. Okay, assume that the collision is elastic and that friction and rotational motion are not important. നമുക്ക് അറിയേണ്ടത് എന്താണ്? Yes, θ1 അതായത് ഇവിടെ ഉള്ള, അതായത് ഇത് രണ്ടും ഇലാസ്റ്റിക് കൊളീഷൻ നടന്നു, ദെൻ എന്ത് ചെയ്യാണ്, അത് രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ, 2 ഡയമെൻഷനിലാണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോയി. സോ ഇവിടെ കിട്ടിയ θ1 എന്ന് പറയുന്ന ആംഗിൾ, ഓക്കെ, θ2 എന്ന് പറയുന്ന ആംഗിൾ വിച്ച് ഇസ് ഈക്വൽ ടു 37 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്കിനി അറിയേണ്ടത് ആരെയാണ്? θ1 ആണ്. സോ നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ദാറ്റ് മീൻസ് θ1 പ്ലസ് θ2 വിച്ച് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ θ1 പ്ലസ് 37 ഡിഗ്രി വിച്ച് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? ദെൻ നെക്സ്റ്റ് ഇസ് θ1 which will be equal to 90 degree minus 37 degree which will be equal to 53 degree. റിസൾട്ട് കിട്ടിയല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയല്ലോ. എങ്ങനെയാണ്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുടങ്ങിയത്, യെസ്, ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ നടന്നു, 2 മാസങ്ങളും രണ്ടും സെയിം മാസമാണ്. ഓക്കെ, ഇവിടെയുള്ള പ്രത്യേകത 2 മാസം സെയിം ആണ്. ഓക്കെ അല്ലേ? M1 is equal to M2 which is equal to M ആണ്. ഓക്കെ, ദെൻ എന്താ നമ്മൾ പറഞ്ഞത്? അതിൽ ഒരെണ്ണം ഇരിക്കുന്നത് റെസ്റ്റിലാണ്. ഓക്കെ, സോ U2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ U1 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. സോ U2 which is equal to 0 ആണ്. ദെൻ നമ്മൾ പ്രൂവ് ചെയ്യുവാണ്, ഇങ്ങനെയാണെങ്കിൽ ഇത് സ്കാറ്റർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് V1 വെലോസിറ്റിയും V2 വെലോസിറ്റിയും 2 വെലോസിറ്റീസിൽ ഇത് ട്രാവൽ ചെയ്യുകയാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുവാണ്. പ്രൂവ് ചെയ്തു. പ്രൂഫ് വളരെ ഈസിയാണ്. എന്താണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്? യെസ്, U1 വെക്റ്റർ ഡോട്ട് U1 വെക്റ്റർ. ക്ലിയർ അല്ലേ? ദെൻ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പം? 90 ഡിഗ്രി മൈനസ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ആംഗിൾ. സോ നമുക്ക് കിട്ടി 53 ഡിഗ്രി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. നമുക്കിത് ഈ 3 റിസൾട്ട്സും, ഓക്കെ, 3 പ്രൂഫും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എക്സാംസിനൊക്കെയും വളരെ അത്യാവശ്യമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. സോ യെസ്, നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. യെസ്, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതർവൈസ് നമുക്കൊരു ഓപ്ഷനുള്ള എവിടെയാണ്? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ടാവും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? ക്വസ്റ്റ്യൻസ് അവിടെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ്, എല്ലാ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അവിടെ പാസ് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി അങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് പല ഇൻഫർമേഷൻസും, അതായത് ഈ വീഡിയോ വരാനായി ഇപ്പോൾ വരും എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ വേഗം ആ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വരാം. ചാനലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും. ഓക്കെ, യെസ്, അപ്പോൾ നമ്മളൊരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പം അതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ഒരു പുതിയൊരു ചാപ്റ്ററായിട്ട് പുതിയൊരു സെഷനിൽ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം. സോ അതുവരെയും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സപ്പോർട്ട്. താങ്ക് യു.